പുരാവസ്തു തട്ടിപ്പ് കേസിൽ കെ.പി.സി.സി പ്രസിഡന്റ് കെ സുധാകരനെതിരെ കുറ്റപത്രം. ക്രൈംബ്രാഞ്ച് എറണാകുളം എ.സി.ജെ.എം കോടതിയിൽ കുറ്റപത്രം നൽകി. കുറ്റപത്രത്തിൽ കെ സുധാകരൻ രണ്ടാം പ്രതിയാണ്. കെ സുധാകരൻ 10 ലക്ഷം രൂപ കൈപ്പറ്റിയെന്നാണ് കുറ്റപത്രത്തിലെ പരാമർശം. ആദ്യ കുറ്റപത്രമാണ് ക്രൈംബ്രാഞ്ച് നൽകിയത്. ശ്യാം ദേവരാജ് നൽകും കൂടുതൽ വിവരങ്ങൾ. ശ്യാം ദേവരാജ്, പുരാവസ്തുക്കൾ കാട്ടി തട്ടിപ്പ് നടത്തുന്നതിൽ കെ സുധാകരന്റെ ഉൾപ്പെടൽ അത് ഏത് രീതിയിലാണ് ഈ കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്? മോൺസൺ മാവുങ്കൽ ഒന്നാം പ്രതിയായ പുരാവസ്തു തട്ടിപ്പ് കേസിലാണ് ഇപ്പോൾ ആദ്യ കേസിലെ കുറ്റപത്രം ഇപ്പോൾ ക്രൈംബ്രാഞ്ച് എറണാകുളം അഡീഷണൽ സെഷൻ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയിരിക്കുന്നത്. ഈ കുറ്റപത്രം അനുസരിച്ചാണ് കെ.പി.സി.സി പ്രസിഡന്റ് കെ സുധാകരൻ രണ്ടാം പ്രതിയായിരിക്കുന്നത്. സുധാകരനെതിരെ തട്ടിപ്പിന്റെ ഗൂഢാലോചന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. കാരണം ഈ തട്ടിപ്പിനെ പറ്റി ഇതൊരു തട്ടിപ്പാണ് എന്നതിനെ സംബന്ധിച്ച് കെ സുധാകരന് നേരത്തെ തന്നെ അറിവുണ്ടായിരുന്നു എന്ന കാര്യമാണ് ഈ കുറ്റപത്രത്തിൽ പറയുന്നത്, ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രത്തിൽ പറയുന്നത്. മാത്രമല്ല, കെ സുധാകരൻ 10 ലക്ഷം രൂപ കൈപ്പറ്റി എന്ന കാര്യവും ഈ കുറ്റപത്രത്തിൽ ആക്ഷേപമായി സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എറണാകുളം എ.സി.ജെ.എം കോടതിയിലാണ് ഇത് സംബന്ധിച്ച കുറ്റപത്രം നൽകിയത്. നേരത്തെ ക്രൈംബ്രാഞ്ച് കെ സുധാകരനെ 7 മണിക്കൂറിലധികം ചോദ്യം ചെയ്യുകയും പിന്നീട് ഹൈക്കോടതി തന്നെ ജാമ്യം നൽകിയ സാഹചര്യത്തിൽ അറസ്റ്റ് ചെയ്ത് വിട്ടയക്കുകയും ഒക്കെ ചെയ്തിരുന്നു. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കെ സുധാകരന്റെ പങ്കാളിത്തം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് സ്വദേശിയായ MT ഷമീർ ആണ് നേരത്തെ പരാതി നൽകിയത്. കെ സുധാകരൻ മോൺസന്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ വാങ്ങുന്നത് കണ്ടു എന്നാണ് ദൃക്സാക്ഷികളുടെ മൊഴി. 2 ദൃക്സാക്ഷികളുടെ മൊഴിയാണ് ഇതിലുള്ളത്. ഈ രഹസ്യ മൊഴികളുടെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിയതും കുറ്റപത്രം നൽകിയതും. ഈ കുറ്റപത്രത്തിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കെ സുധാകരൻ ഈ 10 ലക്ഷം രൂപ വാങ്ങിയതിന് തെളിവുകളുണ്ട് എന്ന കാര്യവും കൂടി ഈ കുറ്റപത്രത്തിൽ ക്രൈംബ്രാഞ്ച് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് DYSP റസ്റ്റം ആണ് ഇത് സംബന്ധിച്ച കുറ്റപത്രം എ.സി.ജെ.എം കോടതിയിൽ നൽകിയത്. കുറ്റപത്രം ഇനി അംഗീകരിക്കേണ്ടതുണ്ട്. അംഗീകരിച്ചതിന് ശേഷമായിരിക്കും അത് വിചാരണ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകുക. ഇത് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന എ.സി.ജെ.എം കോടതിയിലാണ്, എറണാകുളം എ.സി.ജെ.എം കോടതിയിലാണ് ഈ കുറ്റപത്രം നൽകിയത്. കുറ്റപത്രം അനുസരിച്ച് കെ.പി.സി പ്രസിഡന്റ് കെ സുധാകരൻ രണ്ടാം പ്രതിയാണ്. ഓക്കെ, ശ്യാം ദേവരാജ് ആണ് വിവരങ്ങൾ നൽകിയത്. സുധാകരനെതിരെ കുറ്റപത്രം വന്നിരിക്കുന്നു. അതിന്റെ വിവരങ്ങളാണ് ശ്യാം പങ്കുവച്ചത്. ശ്യാം, ഒരു കാര്യം കൂടി, ഇതിലെ സാമ്പത്തിക ഇടപാടുകളുണ്ടല്ലോ, ആ ഇടപാടുകൾ സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരങ്ങൾ അത് ഈ കുറ്റപത്രത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ? കാരണം പുരാവസ്തുക്കൾ തട്ടിയെടുത്തതിന് ആ ഒരു കേസല്ലല്ലോ, അതിന്റെ കേസായി വന്നതിലാണല്ലോ സുധാകരൻ ഉൾപ്പെടുന്നത്. അതെ, അങ്ങനെയാണ്. കാരണം കെ സുധാകരന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം തന്നെ ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായ കേസാണ് എന്ന കാര്യമാണ്. നേരത്തെ തന്നെ ഹൈക്കോടതിയിലടക്കം മുൻകൂർ ജാമ്യാപേക്ഷയിലടക്കം കെ സുധാകരൻ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നത്. 10 ലക്ഷം രൂപ മോൺസൺ കെ സുധാകരന് നൽകിയതിന് തെളിവുണ്ട് എന്ന കാര്യമാണ് ഈ സാമ്പത്തിക കുറ്റകൃത്യത്തിൽ പറയുന്നത്. കാരണം പുരാവസ്തു തട്ടിപ്പ് കേസ് എന്ന് നമ്മൾ പറയുമെങ്കിലും അത് പുരാവസ്തു തട്ടിപ്പിൽ നേരിട്ട് ബന്ധമുണ്ട് എന്നല്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഇടപാടുകളിൽ അതിൽ നിന്ന് പണം 10 ലക്ഷം രൂപ കെ സുധാകരൻ കൈപ്പറ്റി എന്നതാണ് കെ സുധാകരനെതിരായ ആക്ഷേപവും. മോൺസൺ മാവുങ്കലിന്റെ മുൻ ഡ്രൈവറുടെ മൊഴിയും 2 ജീവനക്കാരുടെ മൊഴിയുമാണ് ക്രൈംബ്രാഞ്ച് ഇതിന് ആധാരമായി, അല്ലെങ്കിൽ ഈ കെ സുധാകരനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാൻ ആധാരമായി സ്വീകരിച്ചിരുന്നത്, തെളിവായി എടുത്തിരുന്നത്. 25 ലക്ഷം രൂപ പരാതിക്കാരൻ മോൺസന് വീട്ടിലെത്തി കൈമാറുന്ന സമയത്ത് കെ സുധാകരന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. ഇതിന്റെ CCTV ദൃശ്യങ്ങളും അല്ലെങ്കിൽ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ CDR ഉൾപ്പെടെയുള്ള തെളിവുകൾ ക്രൈംബ്രാഞ്ച് ഇത് ശേഖരിക്കുകയും ചെയ്തു. അത്തരം ഒരു തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് കുറ്റപത്രം നൽകിയത് എന്നാണ് ഈ ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രത്തിൽ പറയുന്നത്.